ആരാ? ഞാൻ താക്കോൽ. താക്കോലോ? അല്ല, കാറിന്റെ താക്കോൽ. നിങ്ങളാരാ? ഞാൻ രാമനുണ്ണി. കാർ ഓടിക്കാൻ പുതിയതായിട്ട്. അല്ല, മുത്തശ്ശി. എന്നെ കണ്ട മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. അതല്ല, മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു. മുത്തശ്ശിയുടെ മുറി ഇതല്ല. മുത്തശ്ശിയുടെ മുറി നേരെ പോയാ മതി. താങ്ക് യു. നേരെ പോയാ മതിയല്ലേ? നിങ്ങളല്ലേ ആ ഡെവിൾ? ഡെവിളോ? ഒനീടാ ഡെവിൾ. വാലെവിടെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഒന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ. പിന്നെ വീരന്മാരുടെ മോനാണല്ലോ എന്നോർത്താ വന്നോളാൻ പറഞ്ഞത്. അച്ഛന്റെ സൽപ്പേര് കളയരുത്. നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം കാണുന്നുണ്ടല്ലോ. അത് അച്ഛന്റെ മുഖച്ചായാണ് എനിക്കെന്നാ എല്ലാരും പറയുന്നത്. അതുകൊണ്ടാവും. വിളച്ചിലൊന്നും വേണ്ട, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം. ദിവസവും ബോബി മോളെ കോളേജിൽ കൊണ്ടുവിടുക, തിരിച്ചു കൊണ്ടാക്കുക. ഇതാണ് എന്റെ ജോലി. അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുത്. പിന്നെ 40 മേലോട്ട് ചവിട്ടണ്ട. എന്ന് വെച്ചാ 40 കൂടുതൽ സ്പീഡ് വേണ്ടാന്ന്. ഇതാക്കോ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. അയ്യോ, കാർ ഓടിക്കുന്നതോ? അല്ല, ഒരു പെൺകുട്ടിയെ പിന്നിലിരുത്തി ഓടിക്കുന്നതേ. അപ്പോ പെൺകുട്ടികളെ മുന്നിലിരുത്തി ഓടിക്കാറുണ്ടല്ലേ? ആള് തമാശക്കാരിയാണല്ലേ? ഡെവിൾ ഏത് കോളേജിലാ പഠിച്ചത്? എനിക്ക് പ്രീ ഡിഗ്രിക്ക് കുട്ടിയുടെ കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അഡ്മിഷൻ കിട്ടിയില്ല. അതെന്താ? അവര് പറഞ്ഞ് SSLC പാസ്സാവണമെന്ന്. ഓരോരോ പുതിയ നിയമങ്ങളെ. ആള് തമാശക്കാരനാണല്ലേ? 40 കടിച്ചു പിടിക്കണ്ട, 41 ആയാലും കുഴപ്പമില്ല. 40 മുകളിൽ ചവിട്ടണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശിയല്ലല്ലോ, ഞാനല്ലേ കാറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ 40 കടിച്ചു പിടിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ കാറ് 40 മുകളിൽ പറക്കില്ല? കുട്ടി പിന്നിലിരിക്കുന്നിടത്തോളം കാലം പറക്കില്ല. ആ ബ്രേക്ക് ഒന്ന് ചവിട്ടിയേ. ആ ബ്രേക്ക് ഒന്ന് ചവിട്ടാൻ. അല്ല, ആ ബ്രേക്ക് ചവിട്ടാൻ. എന്തിനാ? ഒന്ന് ഇറങ്ങിക്കേ. കുട്ടി എന്തായി കാണിക്കുന്നത്? സർക്കസ്. ചെകുത്താന്റെ വേഷം കെട്ടി പലതരം സർക്കസ് കാണിക്കാറില്ലേ? ഇത്ര സർക്കസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? സോറി, തിരക്കിൽ ഞാൻ ഡെവിലിന്റെ കാര്യം മറന്നു. കുഴപ്പമില്ല, ഞാനൊരു ആംബുലൻസുമായിട്ട് പുറകെ വന്നേനെ. സോറി. അങ്ങനെ ഇപ്പൊ എന്നെ ഡ്രൈവർ ആക്കണ്ട. അല്ല, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഏതായാലും സ്വർഗത്തിലേക്കല്ല, അത് തീർച്ച. എന്താ? ഒരു ചെകുത്താന്റെ കൂടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാലാക സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ? ഓ, മരണ തമാശ തന്നെ. ഞാൻ ഇവിടെ ഉണ്ട്. ജീവനുള്ള അളിയൻ. അളിയൻ മരിച്ചിട്ടില്ല. അളിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആരും അളിയന്റെ രേഖോട്ട് വേദനിപ്പിക്കല്ലേ? അളിയന് വേദനിക്കും. ഇല്ല, ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ കളിച്ചു നടന്ന കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ദൈവമേ. അളിയോ, അവനെന്തോ പറയാനുണ്ട്. പറമോനെ, ഇത് ഒരാശുപത്രിയാണ്. അവളെ കാണാതെ ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അറിയാമോ തനിക്ക്? ഉറക്ക ഗുളിക വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാ പോരെ? എത്ര വേണമെങ്കിലും ഡിസ്പെൻസറിലുണ്ടല്ലോ. താൻ ചികിത്സിച്ചിട്ട് ഇതുവരെ ആരുടെയെങ്കിലും സൂക്കേട് ഭേദമായിട്ടുണ്ടോ?
എത്ര കാലം കൊണ്ട് താൻ എന്നെ ചികിത്സിക്കുന്നു? ദേ കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത്. ഓരോ പ്രാവശ്യം ശ്വാസം മുമ്പും ഞാൻ എത്ര കഷ്ടപ്പെട്ട ശ്വാസം തിരിച്ചു തരണേ. ഒരു ശ്വാസത്തിന് ഇവിടെ ഒരു വിലയില്ലേ? ഡൽഹി പഠിപ്പിക്കാൻ അവളുടെ ഡാഡിക്കും മമ്മിക്കും പറ്റാഞ്ഞിട്ടല്ല, അവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടുമല്ല ബോബി മോളെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ. എന്നിട്ട് അവരെങ്ങാനും ഇത് അറിഞ്ഞ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന കൊച്ച. ആ കൃഷ്ണമണിക്ക് എന്തെങ്കിലും പറ്റിയ കാഴ്ച പോകുമ്പോ അത്ര തന്നെ. കുറെ നേരല്ലേ ചറ പറ എന്ന് പറയണേ. ഞരമ്പ് കാണാനില്ല. ഉണ്ണിയേട്ടൻ ഷെഡ്യ കയറിയതോടെ സകല പരിപാടിയും താളം തെറ്റി. ഈ എമ്പാടത്തെ ടൂർണമെന്റിന് റഫറി നിൽക്കാൻ തൃപ്തിയാർന്ന് സുകുമാരൻ നേരെ കൊണ്ടുള്ള പരിപാടിയാ. അതെ ഉണ്ണേട്ടാ. ഉണ്ണിയേന്റെ കയ്യിലെ വീസിലെങ്കില് ടീമർക്ക് അവർ ഉഷാറുണ്ടായേനെ. ഇതുവരെ ഞാൻ ഊതി ഊതി ജയിപ്പിച്ചില്ലേ, ഇത്തവണ തോക്ക്. കളിയിൽ ഇപ്പൊ തോറ്റാലും കുഴപ്പമൊന്നുമില്ല. നാടകത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പ്രയാസം. റിഹേഴ്സൽ 3/4 ഭാഗം തീർന്നല്ലേ. ഡോക്ടർമാര് സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്താമായിരുന്നു. അയ്യടാ, മണ്ടത്തരം പറയാതരോ. ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഉണ്ണിയേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് നീക്കി, ആ കട്ടിലെടുത്ത് ഇങ്ങോട്ട് നീക്കിയ ചെവിഞ്ഞുണ്ടെന്ന് തന്റെ തന്തയാണ്. അപ്പൊ വേണ്ട അല്ലേ? ടെമ്പറേച്ചർ വളരെ നോർമലാണല്ലോ. അയ്യോ സിസ്റ്റർ, ചൂടായിട്ടില്ല. ഉണ്ണിയേട്ടൻ നല്ല വേദനയുണ്ടല്ലേ? കിടന്നോളൂ, നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാണോടാ സ്നേഹബന്ധം? ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞു പോയാ പോരെ? എന്നാ പിന്നെ നിങ്ങൾക്ക് ധൃതി ഉണ്ടേ പൊക്കോളൂ. നാളെ കാലത്ത് വന്നാ മതി. ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല ഉണ്ണിയേട്ടാ. അല്ല, രോഗിക്ക് കുറച്ച് ശുദ്ധവായും വെളിച്ചമൊക്കെ കിട്ടട്ടെ. പൊയ്ക്കോളൂ. എന്നാ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമസ്തേ. ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല. കുട്ടിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല. ഇരിക്കൂ. വേദനയുണ്ടോ? ഹേയ്, എന്നോട് പിണക്കമാണോ? ഇല്ല. എനിക്കറിയാം പിണക്കമായിരിക്കുന്നു. ഇല്ല. ഞാൻ കാരണമല്ലേ? അയ്യോ അല്ല. എന്നാലും സോറി കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കുട്ടി സോറി പറയുന്നത്? അയ്യോ, ഇഞ്ചക്ഷൻ. ഞാൻ തിരുമ്മി തരട്ടെ? അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വരാം. രാമനുണ്ണിക്കൊരു കമ്പനി ആവുമല്ലോ. ഓക്കെ. അതെ, എന്നെ ഡെവിളെന്ന് വിളിച്ചാ മതി. അതാണ് രസം. ഓക്കെ. ബൈ ഡെവിൾ. ബൈ. ഈ ആക്സിഡന്റ് എന്തിനെങ്കിലുമുള്ള നിമിത്തമാണോ ദൈവമേ?